നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ബീഫിൻ്റെ ഒരു വീഡിയോ ആണ് ചർച്ചയാകുന്നത്. കേരളത്തിലെ ഒരു ജനങ്ങൾക്ക് പോലും അത് അക്സെപ്റ്റ് ചെയ്യാൻ, അതായത് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ചിലർ പറയുന്നുണ്ട്, സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നതല്ല, നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഈ നാട്ടിൽ നടക്കുന്നില്ല എന്നല്ല സത്യം. 1000 പേർക്ക് സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അത് ഈ നാട്ടിൽ നടക്കുന്നില്ല എന്നല്ല സത്യം. കേരളത്തിൽ ഒരാൾക്ക് നടന്നിട്ടുണ്ടെങ്കിൽ പോലും അത് നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് സത്യമെന്ന് പലരും പറയുന്നുണ്ട്. അതായത് പറഞ്ഞു വരുന്നത് കേരള സ്റ്റോറി ഭാഗം 2 ഒരു പ്രധാനപ്പെട്ട ഒരു സീനാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ ട്രെയിലറിൽ ബീഫ്, ഒരു ഹിന്ദു ആയ ഒരു യുവതിക്ക് ബീഫ് വായിൽ കുത്തിക്കയറ്റി വെച്ചു കൊടുക്കുന്ന, പൊറോട്ടയും ബീഫും വായിൽ കുത്തിക്കയറ്റി വെച്ചു കൊടുക്കുന്ന 2 മുസ്ലിം സ്ത്രീകളെയാണ് കാണാൻ സാധിക്കുന്നത്. ഇതിനെ വിമർശിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് കമന്റ് ചെയ്തത്. ഇത് കേരളമല്ല, ഞങ്ങളുടെ കേരളത്തിൽ ഇങ്ങനെയല്ല, ഞങ്ങളുടെ കേരളത്തിൽ ഇഷ്ടം പോലെ ബീഫും പൊറോട്ടയും ഇഷ്ടത്തിന് കഴിക്കുന്ന ആളുകളാണ് ഉള്ളത്, അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ അതിന്റെ കമന്റുകളായി വരികയാണ്. ഇനി ഇതിന് സന്തോഷ് പണ്ഡിറ്റ് ഒരു റിപ്പോർട്ട് നൽകുന്നുണ്ട്. അതായത് അധികം പേരും, അതായത് 100ൽ ഒരു 90% ആളുകളും ഇത് കേരളമല്ല, ഈ കേരളത്തിൽ ഇങ്ങനെയല്ല, ഇത് മറ്റെവിടെയോ ഉള്ളതാണ്, പോർട്രേറ്റ് ചെയ്ത് കാണിക്കുകയാണ്, ഇതിൽ കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ സന്തോഷ് പണ്ഡിറ്റ് വിഭിന്നമായ ഒരു അഭിപ്രായമാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത്. കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട്. സിനിമയ്ക്കെതിരെ കേരളത്തിൽ വൻ പ്രതിഷേധം. ഒരു വിഭാഗം 3 നേരവും പൊറോട്ടയും ബീഫും കഴിച്ചു, മറ്റുള്ളവർക്ക് സൗജന്യമായി കൊടുത്തു. കേരളം മുഴുവൻ പ്രതിഷേധിക്കുന്നു. എന്നാൽ ബീഫ് ഫെസ്റ്റ് നടത്തി മതവികാരം വ്രണപ്പെടുത്തരുത് എന്ന് MSF കേരളം കത്തുന്നു. ഇനി എന്ത് എന്ന ചോദ്യമാണ് പറയുന്നത്. അതായത് സന്തോഷ് പണ്ഡിറ്റ് ഇത് മാത്രമല്ല, നേരത്തെ ഒരു ദിവസം മുൻപ് ഒരു പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട്. അത് കുറച്ച് ദൈർഘ്യമേറിയ ഒരു പോസ്റ്റാണ്. അതിൽ അദ്ദേഹം പറയുന്നത്, പണ്ഡിറ്റിന്റെ സിനിമ നിരീക്ഷണം ഇപ്പോൾ ഇന്ത്യയിലെ സിനിമ ആരാധകർ മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയം. വൻ വിജയമായ നാഷണൽ അവാർഡ് ജേതാവ് സുദീപ്തോ സെൻജി സംവിധാനം ചെയ്ത കേരള സ്റ്റോറി സിനിമയുടെ 2ാം ഭാഗത്തിന്റെ കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട്, ഡയറക്ടഡ് ബൈ കാംഗ്യ നാരായൺ സിംഗ് ട്രെയിലർ ആണല്ലോ. വെറും ഒറ്റ ദിവസം കൊണ്ട് 1,61,00,000-ൽ കൂടുതൽ വ്യൂവേഴ്സ് നേടി യൂട്യൂബ് ട്രെൻഡിൽ 1ാമതെത്തിയെങ്കിലും ഈ ട്രെയിലർ കേരളത്തിൽ ചില വിവാദം ആക്കിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയ വസ്തുതകൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ നിരീക്ഷണമാണ് ഇടുന്നത്. 1, അതിന്റെ തീം ലവ് ജിഹാദ് ആണെന്നും അങ്ങനെയൊന്ന് കേരളത്തിൽ ഇല്ലെന്നും ചിലർ പറയുന്നു. അത് ശരിയാകാം. പക്ഷേ എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞ ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ സിനിമയുടെ സംവിധായകൻ കാംഗ്യ നാരായണ സിംഗിന് ജിക്കും ഇല്ലേ? അവർ അവരുടെ പൈസയ്ക്ക് അവർക്ക് ശരിയെന്ന് തോന്നുന്നത് എടുക്കുന്നു. അത് നമുക്ക് കാണാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഒരു സിനിമയെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. ഈ 2ാം ഭാഗത്തിൽ ട്രെയിലറിൽ കാണിക്കുന്ന ഒരു രംഗമാണ് കേരളത്തിൽ ചിലർ വിവാദമാക്കിയത്. അതിലൊരു യുവതിയെ നിർബന്ധപൂർവ്വം ബീഫ് കഴിപ്പിക്കുന്ന രംഗമുണ്ട്. അത് ശരിയല്ല എന്ന് ചിന്തിക്കുന്നവർ അറിയാൻ ഈ പോസ്റ്റ് വായിക്കുക. അദ്ദേഹം ഇതിലൊരു ലിങ്ക്, ഒരു ഫേസ്ബുക്കിന്റെ ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഫോഴ്സ്ഡ് ടു ഈറ്റ് ബീഫ് കൺവേർട്ട് റിലീജിയൻ, ഇൻഡോർ വിമൻ അക്വസ്റ്റസ് ഹസ്ബൻഡ് ഓഫ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. അതായത് ബീഫ് കഴിക്കാൻ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വാർത്ത വരുന്നത്. അരുന്ധതി കുമാരി എന്നുള്ള ആൾക്കാണ് ഈ ഒരു വിഷയമുണ്ടായത്. പക്ഷെ അത് കേരളത്തിലല്ല എന്നുകൂടി എടുത്തു പറയുന്നുണ്ട്. കേരളത്തിലല്ല, ഇത് ബെഗുസാരി എന്ന് പറയുന്ന ബീഹാറിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. അതായത് ഇത്തരത്തിൽ ബീഫ് നിർബന്ധിച്ച് കഴിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത കാണിക്കാൻ കൂടിയാണ് അദ്ദേഹം അത് നൽകിയിരിക്കുന്നത്. ഈ ന്യൂസ് ലിങ്ക് നിങ്ങൾക്ക് നോക്കൂ. ഇത് ശരിക്കും മധ്യപ്രദേശിൽ സംഭവിച്ച കാര്യമാണ്. ആ യുവതി ഭർത്താവിനെതിരെ പോലീസ് കേസ് കൊടുത്തിരിക്കുന്നു. അല്ലാതെ എഴുത്തുകാരന്റെ ഭാവന സൃഷ്ടിയല്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇനി നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. ഇനി ട്രെയിലർ നോക്കി മലയാളി പെൺകുട്ടി എന്തുകൊണ്ട് മലയാളം പറയുന്നില്ല, ഹിന്ദി എന്തിനു പറഞ്ഞു എന്നതിനുള്ള ഉത്തരം ട്രെയിലറിൽ ആദ്യമേ മധ്യപ്രദേശ് എന്ന് കാണിക്കുന്നുണ്ട്. കേരള സ്റ്റോറി ഗോസ് ബിയോണ്ട് എന്നാണ്. കേരള സ്റ്റോറി കേരളത്തിനപ്പുറം സംഭവിക്കുന്ന കഥ എന്നാണ് അർത്ഥം. കേരളത്തിൽ മാത്രമല്ല, മറ്റു സംസ്ഥാനങ്ങളിലും അതുപോലെ നടക്കുന്നു എന്നാവാം ഉദ്ദേശിച്ചത്. അല്ലാതെ ബീഫ് തീറ്റിച്ച കഥ കേരളത്തിൽ നടന്നു എന്നല്ല. മധ്യപ്രദേശിൽ നടന്ന ഒറിജിനൽ സംഭവം വെച്ച് ഇൻസ്പയർ ആയി സിനിമ ആക്കിയതാകാം. ഇത്രയും കാര്യങ്ങൾ പുറമേ നിന്ന് നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയതാണ്. 100% സത്യമാണെന്നോ അവർ കഥയിൽ പറഞ്ഞതൊക്കെ പൊളിറ്റിക്കൽ കറക്റ്റ് ആണെന്നോ ഞാൻ പറയുന്നില്ല. അങ്ങനെ നോക്കിയാൽ മലയാളത്തിൽ ഇറങ്ങുന്ന പല സിനിമയും ഇത്തരത്തിലുള്ള സിനിമകളല്ലേ? പല സിനിമകളിലും കറുപ്പുടുത്ത വില്ലൻ, സവർണനായ വില്ലൻ എക്സെട്ര കാണിക്കുന്നുണ്ടല്ലോ. ചിലരുടെ മതം, ചിലരുടെ രാഷ്ട്രീയം ഒക്കെ അവരുടെ പൈസയ്ക്ക് സിനിമ എടുത്ത് നാട്ടുകാരെ കാണിക്കുന്നു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. ഇറ്റ് ഈസ് യുവർ ചോയ്സ്.
വാൽ കഷ്ണം. ബാക്കി ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ട് നമ്മൾ വിലയിരുത്തുക. സിനിമയെ ഒരിക്കലും പേടിക്കേണ്ടതില്ല. സിനിമയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് മലയാള സംവിധായകർക്ക് ഉള്ളതുപോലെ ഹിന്ദി സംവിധായകർക്കുമുണ്ട്. സിനിമയെ സിനിമയായി കാണുക. വിവാദം ഇതോടെ അവസാനിപ്പിക്കുക. പ്ലീസ് കമന്റ് ബൈ സന്തോഷ് പണ്ഡിറ്റ്. പണ്ഡിറ്റിനൊരു പണ്ഡിറ്റ് ഒന്നും വെറുതെ പറയാറില്ല, പറയുന്നതൊന്നും വെറുതെ ആകാറുമില്ല. പണ്ഡിറ്റിനെ പോലെ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മൊബൈൽ നമ്പർ സഹിതം നൽകിയിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ കണി കണ്ടുണരുന്ന നന്മ സർക്കാരിൻ്റെ പുതിയ ബ്രാൻഡിക്ക് ഒടുവിൽ പേരിട്ടു മലബാർ മിസ്റ്ററി. കേരള സ്റ്റോറി എന്ന ഒരു സിനിമയ്ക്ക് പേരിട്ടപ്പോൾ കേരളത്തെ അപമാനിക്കുന്നേ എന്ന് പറഞ്ഞ് കരഞ്ഞു നടന്നവർ, മലബാറിലെ ജനങ്ങളെ മൊത്തം അപമാനിക്കുന്ന രീതിയിൽ മദ്യത്തിന് മലബാർ മിസ്റ്ററി എന്ന് പേരിട്ടപ്പോൾ ആർക്കും ഒരു പ്രശ്നവുമില്ല. എന്തുകൊണ്ട് എറണാകുളം മിസ്റ്ററി എന്നോ തിരുവനന്തപുരം മിസ്റ്ററി എന്നോ കൊടുത്തില്ല? അവർ എതിർക്കുമെന്ന് കരുതി കാണും. മലബാറിന് പിന്നെ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. ഇനി ഭാവിയിൽ കേൾക്കാവുന്ന ന്യൂസ് ഒരാൾ 2 മലബാർ അടിച്ച് ബോധമില്ലാതെ ഭാര്യയെയും മക്കളെയും കുത്തിക്കൊന്നു എന്നാണ്. ഒരാൾ മലബാർ അടിച്ച് മറ്റൊരാളുടെ വാഹനം തല്ലി തകർത്തു. ഒരാൾ 2 മലബാർ അടിച്ച് ബോധം പോയി ആത്മഹത്യ ചെയ്തു. മലബാർ എന്നത് ഒരു ബ്രാൻഡി പേര് മാത്രമായി മാറും, നോക്കിക്കോ എന്നാണ് പറയുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം ഒരു വേറിട്ട ശബ്ദം ഉയർത്തിയിരിക്കുന്നു. എന്തായാലും ഈ ബീഫ് കഴിപ്പിക്കുന്ന അത് കേരളത്തിലല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. ആ വേറിട്ട ശബ്ദമാണിത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്?